നമ്മുടെ നാടിന് നടുക്കിയ ചെങ്കോട്ട സ്ഫോടനം, അവിടെ 12 പേർക്ക് ജീവൻ നഷ്ടമായി, നിരവധി പേർക്ക് പരിക്കേറ്റു. പക്ഷേ ഈ ചെങ്കോട്ട സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇവരുടെ ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരന്മാരുടെ അവരുടെ സംഘത്തിൻ്റെ എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. അവിടേക്ക് അന്വേഷണ സംഘം എത്തി. അവർ ഉടനെ അഴിക്കുള്ളിലാകും എന്ന് അവർക്ക് ബോധ്യമായ സമയത്താണ് ഇവർ ഇത്തരത്തിൽ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കളയാമെന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ഇവരിലേക്ക് പോലീസ് എത്തിയതെങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ നമ്മളൊരു ഹീറോ ആയിട്ട് കാണേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അതിശയകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. 2010 ഡോക്ടറായി MBBS പാസ്സായി പുറത്തിറങ്ങിയ 2014 IPS പൂർത്തിയാക്കിയ ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ GV സന്ദീപ് ചക്രവർത്തി, അദ്ദേഹമാണ് ഇന്ന് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സ്ഫോടനം നടക്കാനിരുന്ന വലിയ പദ്ധതികളിട്ടിരുന്ന വലിയ ഭീകരന്മാരെ പിടികൂടുന്നതിലേക്ക് അന്വേഷണ സംഘത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഡോക്ടർ GV സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ അന്വേഷണ മികവാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒക്ടോബർ 19 ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം നടക്കുന്നത്. ഒക്ടോബർ 19 ശ്രീനഗറിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു, രാജ്യവിരുദ്ധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ പോസ്റ്ററുകൾക്ക് പിന്നാലെ ഈ സന്ദീപ് ചക്രവർത്തി അന്വേഷണവുമായി ഇറങ്ങുകയാണ്. ഈ പോസ്റ്ററുകൾ സാധാരണ നിലയിൽ തള്ളിക്കളയാതെ, എന്തെങ്കിലും ആരെങ്കിലും ചെയ്തതാകുമെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അദ്ദേഹം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു. UAPA, അതുപോലെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട്, ആംസ് ആക്ട് തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള കേസ് ചുമത്തുന്നു. അതിനുശേഷം നടക്കുന്ന അന്വേഷണത്തിൽ 3 പേരെ, CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ 3 പേരെ അദ്ദേഹം കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അങ്ങനെയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ഡോക്ടർമാരെ എല്ലാം ഒരു സംഘത്തിലെത്തിച്ച, ഒരു ടീമിലെത്തിച്ച ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഇമാമിലേക്ക് അന്വേഷണം എത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് കാര്യങ്ങൾ ജമ്മു കാശ്മീരിൽ മാത്രമല്ല ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലുമൊക്കെയായി പരന്നു കിടക്കുന്ന ഒരു സംഘം ഇതിന് പിന്നിലുണ്ടെന്ന് ഈ അന്വേഷണത്തിലാണ് വ്യക്തമാകുന്നത്. അങ്ങനെ വിവിധ ടീമുകളെ ഈ ഹരിയാനയിലും UPയിലേക്കും അയക്കുന്നു. അവിടെ വച്ചിട്ടാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഗനൈൽ എന്ന് പറയുന്ന ആളെ പിടികൂടുന്നത്, അയാളിൽ നിന്ന് മാരകമായിട്ടുള്ള എക്സ്പ്ലോസീവ് പിടികൂടുന്നത്. അതുപോലെ UPയിലെ ലക്നൗ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ഷഹീദിൽ നിന്ന് തോക്കുകളും മറ്റ് അമ്യൂണിഷൻസും പിടികൂടുന്നു. അങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ പിന്നിൽ തോന്നിയ ഒരു സംശയത്തിൻ്റെ പിന്നിൽ അദ്ദേഹം നടത്തിയ ഒരു അന്വേഷണമാണ് പിന്നിൽ രാജ്യവ്യാപകമായി നടത്താനിരുന്ന വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരയെല്ലാം നിർത്താൻ, അതിനെ നിർവീര്യമാക്കാൻ നമ്മുടെ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ അന്വേഷണം മൂലമാണ്. ഈ അന്വേഷണത്തിന് പിന്നാലെ തന്നെയാണ് ഈ മുസമ്മിൽ ഗനൈൽ ഷക്കീലും അതുപോലെ ഡോക്ടർ ഷഹീദുമൊക്കെ അറസ്റ്റിലാകുന്നത്. പിന്നെ ഡോക്ടർ അദീൽ അറസ്റ്റിലാവുന്നു, ഡോക്ടർ മുഹീദ്ദീൻ അറസ്റ്റിലാവുന്നു. അങ്ങനെ ഡോക്ടർമാരുടെ, അതായത് വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു സംഘത്തിന്, അതായത് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ മനുഷ്യർ കാണുന്ന ആളുകൾ, അവരെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ സംഘത്തിലേക്ക് ഒരു അന്വേഷണം എത്തിയത് ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഈ SSP ഡോക്ടർ സന്ദീപ് ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് വ്യക്തമാകുന്നു. അത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശി കൂടിയാണ്. അപ്പോൾ ഈ അന്വേഷണമാണ് ഇവരിലേക്ക് എത്തുന്നതും പിന്നീട് തങ്ങളുടെ പദ്ധതികളെല്ലാം പൊളിയും, പോലീസ് തങ്ങളിലേക്ക് എത്തി എന്ന് തിരിച്ചറിയുന്നതോട് കൂടിയിട്ടാണ് ഡോക്ടർ ഉമർ നബി എന്ന് പറയുന്ന ആൾ നവംബർ 10 സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി ഫരീദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫരീദാബാദിൽ നിന്ന് ഫിറോസ്പൂർ ഝിർക്ക മേഖലയിലൂടെ ഡൽഹിയിലേക്ക് എത്തുന്നു. അതിനുശേഷം വീണ്ടും മറ്റൊരു ബോർഡറിൽ കൂടി മയൂർ വിഹാറിലും കൊനാട്ട് പ്ലേസും എത്തുന്നു. അവസാനം രാംലീല മൈതാനത്തെ ഫൈസി ഇലാഹി എന്ന് പറയുന്ന മോസ്കിലെത്തി പ്രാർത്ഥിക്കുന്നു 2:30. അതായത് സ്ഫോടനം നടക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് മോസ്കിലെത്തി പ്രാർത്ഥന നടത്തുന്നു. അതിനുശേഷം ചെങ്കോട്ടയ്ക്കടുത്തുള്ള പാർക്കിംഗ് ലോട്ടിൽ അയാൾ പോയി 3 മണിക്കൂറോളം വിശ്രമിക്കുന്നു. കാറിൽ നിന്ന് വിട്ടുമാറാതെയാണ് ആ 3 മണിക്കൂറും അയാൾ അവിടെ തങ്ങിയത്. അത്രയും നേരം കാറിന് തൊട്ടടുത്ത് അയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ സ്ഫോടനം നടക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ വാഹനം ഓടിച്ചു പോകുന്നതും. പക്ഷേ ഇപ്പോഴും എങ്ങനെയാണ് ആ സ്ഫോടനം നടന്നത് എന്നുള്ള വ്യക്തമല്ല. കാരണം അയാൾ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത്
ആ പാർക്കിംഗ് പ്ലേസിൽ ആരുമില്ലായിരുന്നു, ആളുകൾ തീരെ കുറവായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അയാൾ അവിടുന്ന് വാഹനമെടുത്ത് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. പക്ഷേ എങ്ങനെയാണ് ആ വാഹനത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെല്ലാം ഈ റാഡിക്കൽ ടീം, അതായത് ഇവർ ഈ ഭീകരവാദത്തിലേക്ക് എത്തിയത് പ്രധാനമായും സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതിൽ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത ചില ആപ്പുകളുടെ പേര് വരെ ഞാൻ ഇനി പറയാൻ പോകുന്നത്. സെഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, ഹൈലി എൻക്രിപ്റ്റഡ് ആണ്. രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളിലേക്ക് വരെ വലിയ രീതിയിലുള്ള സംഭാഷണങ്ങളും കമ്മ്യൂണിക്കേഷൻസും നടക്കും. അതും ഹൈലി എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ സിഗ്നൽ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവർ പാകിസ്ഥാനിലെ ചിലരുമായി സംസാരിച്ചതെന്നും വിവരങ്ങളുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഗനയിലും ഈ ഉമർ നബിയും 2022 മാർച്ചിൽ തുർക്കിയിലെത്തിയതായും തുർക്കിയിലെ അക്കാരയിലെത്തിയതായും അവിടെ വെച്ചിട്ട് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ചില ആളുകളുമായി സംസാരിച്ചതിൻ്റെയും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനായിട്ടാണ് ഇവർ സെഷൻസ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിരുന്നതെന്നും ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ വരുന്നുണ്ട്. അതായത് തുർക്കിയിൽ ഉക്കാസ എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ ഒരു ഹാൻഡിലുണ്ട് ഈ സെഷൻ ആപ്പിൽ. ഉക്കാസ എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ്. ചിലന്തി, സ്പൈഡർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥം വരുന്ന കോഡ് നെയിമുള്ള ഒരാൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അയാളാണ് ഇവരെല്ലാം ഈ ഒരു നെറ്റ്വർക്കിനെ കൂട്ടിച്ച് ഇണക്കി നിർത്തുന്നത്. മാത്രമല്ല ഇവർക്ക് പ്രവർത്തിക്കാനുള്ള പണം നൽകുന്നതും ഈ ഉക്കാസ എന്ന് പറയുന്ന കോഡ് നെയിമിലുള്ള ഒരു വ്യക്തിയാണോ അതൊരു ടീമാണോ അറിയില്ല, അവരാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ സംഘടനയായിട്ടുള്ള ജമാഅത്തുൽ മുമിനാത്ത് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നമ്മുടെ ഡോക്ടറായിട്ടുള്ള ഷഹീൻ ഷഹീദ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. മാത്രമല്ല അവരുടെ സഹോദരൻ ആയിട്ടുള്ള അയാളുടെ സഹോദരൻ കൂടി ഈ ഒരു വിഷയത്തിൽ ഇവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വിവരം. ഈ ഷഹീദ് എന്ന് പറയുന്ന ആ ലേഡി അവർ ഡിവോഴ്സ്ഡ് ആണ്. 2015 ഡിവോഴ്സായി. വളരെ സുഖകരമായ ഒരു ദാമ്പത്യമായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഭർത്താവായിട്ടുള്ള സഫീർ ഹയാത്ത് എന്ന് പറയുന്ന ആൾ പറയുന്നത്. അയാളും ഡോക്ടറാണ്. ഇവർ 2003 വിവാഹം കഴിക്കുന്നു. വളരെ സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു. 2 കുട്ടികളുണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ 2015 ഒരു കാര്യവുമില്ലാതെ ഇവർ ആ ബന്ധം വേർപെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ആ ലേഡിയാണ് ആ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് മുൻ ഭർത്താവ് പറയുന്നത്. മാത്രമല്ല ഈ ഷഹീദിൻ്റെ സഹോദരനായിട്ടുള്ള പർവേസ് സയ്യിദും ഇത്തരത്തിൽ റാഡിക്കൽ ആയിട്ട് ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് എത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇവരെല്ലാം സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ ഇത്തരത്തിൽ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെ സംഭാഷണങ്ങളെല്ലാം കേട്ടിട്ടാണ് ഇത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് എത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഡോക്ടർ GV സന്ദീപ് ചക്രവർത്തി MBBSകാരനായിട്ടുള്ള IPSകാരനായ ഈ ഒരു നമ്മുടെ SSP ആണ് ഇത്തരത്തിൽ വലിയൊരു സംഘത്തെ രാജ്യത്തിന് മുന്നിലെത്തിച്ചതും. ഇതിന് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 25 പേരുടെ ലിസ്റ്റാണ് ഈ സംഘം എഴുതി വച്ചിരുന്നത്. അവരിലേക്കെല്ലാം അന്വേഷണം എത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാജ്യത്തെ ഒരു നടുക്കുന്ന ഇതിലും വലിയ സംഭവങ്ങൾ ഉണ്ടായേക്കാവുന്ന വലിയൊരു സംഭവത്തെയാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാം.